ഹെസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതിന് ശേഷം അയാളെ അനുകൂലിച്ചുകൊണ്ട് ചില ചരമക്കുറിപ്പുകൾ പുറത്തു വരുന്നതായാണ് വിവരം. ഈ ഹസൻ നസ്രുള്ള വലിയ മഹാനായിരുന്നുവെന്നും എല്ലാ വിഭാഗങ്ങൾക്കും തുല്യനീതി നടപ്പിലാക്കിയിരുന്നവനായിരുന്നുവെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ചരമക്കുറിപ്പുകൾ പലയിടങ്ങളിലും അച്ചടിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. ന്യൂയോർക്ക് ടൈംസ് പോലുള്ള വലിയ പത്രങ്ങളിലും ഇത്തരം കുറിപ്പുകൾ പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ് ശ്രദ്ധേയം. ഇത് ഈ ഇടത് ചിന്തകരുടെ പണിയാണ് എന്ന ആരോപണം ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇസ്ലാമിക തീവ്രവാദത്തെ അനുകൂലിക്കുന്ന നിലപാട് ഇടത് ചിന്തകർ സ്വീകരിക്കുന്നത് പലരെയും ആശ്ചര്യപ്പെടുത്തുകയാണ്. ഫസ്റ്റ് പോസ്റ്റിൻ്റെ ഒപ്പീനിയൻ എഡിറ്റർ ഉത്പൽ കുമാർ ഇത് സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൽ ഏകാധിപതികളെയും ഇതുപോലെ മനുഷ്യത്വ വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുന്നവരെയുമൊക്കെ നല്ലവരായി ചിത്രീകരിച്ചാൽ അത് ലോകത്തിൻ്റെ ഭാവിക്ക് വലിയ അപകടം ചെയ്യും എന്നാണ് ഉത്പൽ വിശേഷിപ്പിക്കുന്നത്. ലേഖനം വളരെ ശ്രദ്ധേയമായി മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഏകാധിപതികളെ വലിയ മഹാന്മാരായി ചിത്രീകരിച്ചാൽ അത് ലോകത്തിന് അപകടം ചെയ്യും എന്നാണ് ഈ മാധ്യമപ്രവർത്തകൻ പറയുന്നത്. അത് പല കോണുകളിലും ഇപ്പോൾ ചർച്ചാ വിഷയം ആയിട്ടുണ്ട്. ഏതായാലും ന്യൂയോർക്ക് ടൈംസ് വലിയ അപരാധമാണ് കാണിച്ചത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഹസൻ നസ്രുള്ള ഒരു വലിയ പ്രാസംഗികനാണ് എന്നൊക്കെയാണ് ഈ പത്രത്തിൻ്റെ കണ്ടെത്തൽ. മാത്രവുമല്ല വലിയ മനുഷ്യസ്നേഹിയാണ് എന്ന തരത്തിൽ ഒക്കെ വിശദീകരിക്കുകയും ചെയ്യും. അതോടൊപ്പം എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യനീതി ഉറപ്പാക്കാൻ പരിശ്രമിച്ച ഒരാളായിരുന്നു ഈ കൊല്ലപ്പെട്ട നസ്രുള്ള എന്നാണ് പത്രം പറയുന്നത്. ജൂതന്മാരെല്ലാം ഇസ്രയേലിൽ തടിച്ചുകൂടിയാൽ പിന്നെ അവരെ വധിക്കാൻ ലോകം മുഴുവൻ തിരഞ്ഞു നടക്കണ്ടല്ലോ എന്ന് പറഞ്ഞ ആളെ പറ്റിയാണ് ഈ മാധ്യമം ഇങ്ങനെ നല്ല വാക്കുകൾ തട്ടിവിടുന്നത്. ഇത് വലിയ അപകടകരമായ കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ജൂതരെ ലക്ഷ്യം വെച്ച ആളാണ് ഈ നസ്രുള്ള. തീവ്രവാദ പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനമായ പദ്ധതികൾ. നിരവധി കൊലപാതകങ്ങളും ആക്രമണങ്ങളും അദ്ദേഹം ആസൂത്രണം ചെയ്തിരുന്നു. എന്നിട്ടും അതൊന്നും കാണാതെ കൊല്ലപ്പെട്ട ഈ മനുഷ്യൻ വലിയ മതേതരവാദിയായിരുന്നു എന്ന് വാദിക്കാൻ എങ്ങനെയാണ് പത്രങ്ങൾക്ക് കഴിയുക എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ ഇടതുപക്ഷ അനുകൂലികൾ ഇത്തരത്തിൽ ഇസ്ലാമിക തീവ്രവാദികളെ അംഗീകരിക്കുന്ന ഒരു നിലപാട് എങ്ങനെ ഉണ്ടാകുന്നു എന്ന ആശ്ചര്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇത് ഒരു ന്യൂയോർക്ക് ടൈംസിൻ്റെ മാത്രം പ്രശ്നമല്ല. വാഷിങ്ടൺ പോസ്റ്റും ഇത്തരം ചില വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. വാഷിങ്ടൺ പോസ്റ്റിൽ ഈ അബൂബക്കർ അൽ ബാഗ്ദാദിയെ സംബന്ധിച്ച് വന്ന ചില കുറിപ്പുകൾ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ബാഗ്ദാദി ഒരു വലിയ മതപണ്ഡിതനായിരുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള ലേഖനങ്ങളാണ് അന്ന് വാഷിങ്ടൺ പോസ്റ്റിൽ അടിച്ചു വന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ തീവ്രവാദ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും അതിന് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്യുന്നവരെ പണ്ഡിതരും മനുഷ്യസ്നേഹികളുമായി ഒക്കെ ചിത്രീകരിക്കുന്നത് എന്ന് വ്യക്തമല്ല. തീവ്രവാദികൾക്ക് മനുഷ്യാവകാശ പ്രവർത്തകർ ആകാൻ കഴിയില്ല. തീവ്രവാദികളെ പലരും മനുഷ്യാവകാശ പ്രവർത്തകരായാണ് ചിത്രീകരിക്കുന്നത്. തീവ്രവാദികൾക്കൊരിക്കലും മനുഷ്യാവകാശ പ്രവർത്തകനാകാൻ കഴിയില്ല എന്നതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. കാരണം മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളിലൂടെയാണ് അവർ തങ്ങളുടെ ആശയം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നത്. അതുപോലെ ഏകാധിപത്യമാണ് അവരുടെ രീതി. ഈ ഏകാധിപതികൾ എങ്ങനെ ജനകീയ നായകന്മാരാകും എന്ന വലിയ ചോദ്യവും ഉയരുകയാണ്. ഏകാധിപതികളെ സംബന്ധിച്ച് അവരെ പ്രകീർത്തിക്കുന്ന ആളുകൾ പല കോണുകളിലും ഉണ്ടാകാം. പക്ഷേ അവരൊരിക്കലും ജനകീയ നായകന്മാരാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. ഇത്തരം പ്രവണത നേരത്തെ ഉള്ളതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരത്തിൽ ഹിറ്റ്ലറെ ആരാധിക്കുന്നവരും നേരത്തെ ഉണ്ടായിരുന്നു. അതിൽ ചില മാധ്യമ പ്രവർത്തകരും ഉണ്ട് എന്നതാണ് വാസ്തവം. ഹിറ്റ്ലർ വലിയ പുസ്തക സ്നേഹിയായിരുന്നു എന്ന് അടിച്ചുവിടുന്നവരുണ്ട്. 16,000-ഓളം പുസ്തകങ്ങൾ ഹിറ്റ്ലറിന് ഉണ്ടായിരുന്നു. മാത്രവുമല്ല തൻ്റെ കാമുകിയോട് അങ്ങേയറ്റം അടുപ്പം സൂക്ഷിച്ച ആളാണ് ഹിറ്റ്ലർ എന്നും പറയുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്താണ് ഹിറ്റ്ലർ തികഞ്ഞ ഒരു വെജിറ്റേറിയനായിരുന്നു, മാംസാഹാരങ്ങൾ കഴിക്കാത്തവനായിരുന്നു എന്നുള്ളത് കൊണ്ടുള്ള ചില പ്രകീർത്തനങ്ങൾ. അവസാന കാലങ്ങളിൽ പോലും ഹിറ്റ്ലർ സൂപ്പും ഉരുളക്കിഴങ്ങും ഒക്കെയാണ് കഴിച്ചിരുന്നത് എന്നാണ് ഇവർ ഹിറ്റ്ലറെ പുകഴ്ത്തിപ്പാടാനായി കണ്ടെത്തുന്ന കാര്യങ്ങൾ. എന്നാൽ ഹിറ്റ്ലർ നടത്തിയ കൂട്ടക്കുരുതികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ സൂപ്പ് കഴിച്ച കാര്യമൊക്കെ എത്രയോ ചെറുതാണ്. ഹിറ്റ്ലറിലെ ഒരു ചിത്രകാരനെ കണ്ടെത്തിയ ചില ആളുകളും ഉണ്ട്.
ഹിറ്റ്ലർ നന്നായി ചിത്രം വരയ്ക്കുമായിരുന്നു എന്നാണ് അവരുടെ വാദം. കുട്ടിക്കാലത്ത് അങ്ങനെ പോസ്റ്റ് കാർഡുകളൊക്കെ വിൽക്കാൻ ഹിറ്റ്ലർ തയ്യാറായിരുന്നുവെന്നും ഓസ്ട്രിയയിലെ ഫൈൻ ആർട്സ് അക്കാഡമിയിൽ അദ്ദേഹത്തിന് പ്രവേശനം ലഭിച്ചില്ല എന്നും അങ്ങനെ ലഭിച്ചിരുന്നെങ്കിൽ ലോകം കണ്ട ഒരു വലിയ ചിത്രകാരനായി ഹിറ്റ്ലർ മാറുമായിരുന്നുവെന്നും നമുക്ക് ഒരു രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടാകില്ല എന്നും പറയുന്നവരൊക്കെയുണ്ട്. പക്ഷേ ജൂതന്മാരെ കൂട്ടക്കൊല നടത്തിയ ഹിറ്റ്ലർ എങ്ങനെ മാനവരാശിയുടെ മോചനത്തിന് വഴി കാരണവുമാകും? പക്ഷേ ജൂതന്മാരെ കൂട്ടക്കൊല നടത്തിയ ഹിറ്റ്ലർ എങ്ങനെ മാനവരാശിയുടെ മോചനത്തിന് കാരണക്കാരനാകും? അയാളിൽ എന്ത് ചിത്രകാരനുണ്ടായിട്ടും എന്ത് പുസ്തകസ്നേഹി ഉണ്ടായിട്ടും ലോകത്തിന് എന്ത് കാര്യം എന്ന ചോദ്യം വളരെ ശ്രദ്ധേയമാണ്. ഇതേ സാഹചര്യം തന്നെയാണ് സദ്ദാം ഹുസൈനെ സംബന്ധിച്ചും ഉള്ളത്. സദ്ദാം ഹുസൈൻ്റെ ബാല്യകാലമാണ് അദ്ദേഹത്തിനെ പ്രകീർത്തിക്കാൻ പലരും ഉപയോഗിക്കുന്നത്. സദ്ദാം ഹുസൈൻ്റെ കുട്ടിക്കാലം വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. അച്ഛൻ ഉപേക്ഷിച്ചു പോയി. സദ്ദാം ജനിക്കാതിരിക്കണം എന്നാഗ്രഹിച്ചവരായിരുന്നു അവരുടെ അമ്മ എന്ന് ചിലരൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നീട് രണ്ടാനച്ഛൻ വന്നു. രണ്ടാനച്ഛൻ്റെ പീഡനങ്ങളും സദ്ദാമിന് ഏൽക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെ ചെയ്ത സദ്ദാം ഹുസൈൻ വലിയ വീരനാണ് എന്ന് അടിച്ചുവിടുന്നവർ ധാരാളം. അദ്ദേഹത്തിൽ ഒരു നോവലിസ്റ്റ് ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തൽ പോലും ചിലർ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു കാൽപ്പനികത നിറഞ്ഞ എഴുത്തുകാരനായിരുന്നു സദ്ദാം ഹുസൈൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ എത്രയോ ആളുകൾ തയ്യാറെടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. ആയത്തുള്ള അലി ഖൊമേനിയുടെ കാര്യവും വ്യത്യസ്തമല്ല. അദ്ദേഹം ലെ മിറാബലെ എന്ന പുസ്തകം വായിച്ച് വലിയ മാനസാന്തരം വന്ന ആളാണ് എന്ന് തട്ടിവിടുന്നവർ ഉണ്ട്. വിക്ടർ യുഗോവിൻ്റെ പാവങ്ങൾ നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാകും. അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ലോകത്തെ പുസ്തക ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ സഗൗരവം ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആ പുസ്തകം വായിച്ച് വലിയ മാറ്റം വന്നയാളാണ് ആയത്തുള്ള ഖൊമേനി എന്ന് കണ്ടെത്തിയാൽ പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? ഇദി അമീനെ പറ്റിയും സമാനമായ കാഴ്ചപ്പാടുള്ള എഴുത്തുകാരുണ്ട്. അദ്ദേഹം കാർട്ടൂണുകൾ കണ്ട് ആസ്വദിക്കുന്ന ഒരാളായിരുന്നു എന്നാണ് ചിലരുടെ കണ്ടെത്തൽ. കാർട്ടൂണുകൾ സാധാരണ കണ്ട് ആസ്വദിക്കുന്നത് കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ കുട്ടികളുടെ ഒരു മനസ്സ് ഇദി അമീൻ ഉണ്ടായിരുന്നു എന്ന് ഇതുവഴി സമർത്ഥിക്കാനാണോ ശ്രമം എന്നറിയില്ല. കാർട്ടൂണുകൾ കാണുന്നത് കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും കാണാറുണ്ട്. മുതിർന്നവരും അവർക്കുള്ളിലെ കുട്ടിയെ കണ്ടെത്തുന്നത് ചിലപ്പോൾ ഈ കാർട്ടൂൺ കാണുമ്പോഴാണ്. അപ്പോൾ ഇദി അമീൻ തനിക്കുള്ളിലെ കുട്ടിയെ കണ്ടെത്തിയത് ഇങ്ങനെ കാർട്ടൂണുകൾ കണ്ടാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നടത്തിയ കൂട്ടക്കുരുതികളുടെ ആ ഒരു തീവ്രത ഒട്ടും കുറയില്ല. ന്യൂയോർക്ക് ടൈംസിലെ മാധ്യമപ്രവർത്തകർ ചിലരൊക്കെ സ്റ്റാലിന് അനുകൂലമായ നിലപാടുകൾ ഇപ്പോൾ സ്വീകരിക്കുന്നതായാണ് വിമർശനം ഉയരുന്നത്. അതിന് മറ്റൊരു കാരണം ഈ വ്ളാദിമിർ പുതിനെ രണ്ടാമത്തെ സ്റ്റാലിൻ എന്ന തരത്തിൽ പ്രകീർത്തിക്കുന്നു എന്നതാണ് കാര്യം. ഇപ്പോൾ യുക്രൈനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യ. അവിടെ വലിയ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഈ പുതിൻ രണ്ടാം സ്റ്റാലിനാണ് എന്ന തരത്തിലുള്ള വിശേഷണങ്ങൾ പുറത്തു വരുന്നത്. അതുപോലെ ഈ പത്രം 1933 യൂത കൂട്ടക്കൊലയൊക്കെ നിസാരവൽക്കരിക്കുന്നതായും ചില ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ ഈ ഏകാധിപതികളെയും തീവ്രവാദികളെയും ഒക്കെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് ഇടത് പുരോഗമനവാദികൾക്ക് എങ്ങനെ വന്നു എന്നാണ് പലരും ആശ്ചര്യപ്പെടുന്നത്. കാരണം ഈ തീവ്രവാദ സംഘങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നവർ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് അധികാരത്തിൽ വരുമ്പോൾ അവർ ആദ്യം തെരഞ്ഞുപിടിച്ച് വേട്ടയാടുന്നത് ഇടത് പുരോഗമനവാദികളെയാണ്. പുരോഗമന ഇടതുവാദികൾ തങ്ങളുടെ സർക്കാരിന് ഏറ്റവും വലിയ ശത്രുക്കളാണ് എന്ന് ഇവർ ആദ്യമേ തിരിച്ചറിയുന്നു. അവരെ നാടുകടത്തുകയും തെരഞ്ഞുപിടിച്ച് വേട്ടയാടുകയും ചെയ്യും. പക്ഷേ അവർ അധികാരത്തിൽ വരുന്നിടത്തോളം കാലം അവരെ എന്തിന് ഈ ഇടത് പുരോഗമനവാദികൾ പിന്താങ്ങുന്നു എന്ന ചോദ്യമാണ് ഉത്പൽ കുമാർ ചോദിക്കുന്നത്. ആ ചോദ്യം അങ്ങനെ കൂടുതൽ ശക്തമായി അന്തരീക്ഷത്തിൽ ഉയരുകയാണ്. പക്ഷേ ഇവിടെ രസകരമായ ഒരു കാര്യം, ഈ ലോകത്ത് ഈ തീവ്രവാദം നടത്തുന്ന ആളുകളെയൊക്കെ അംഗീകരിക്കുന്നവർ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിക്കുന്നവരാണ് എന്നാണ് മറ്റൊരു കാര്യം. മസ്കുലർ നാഷണലിസത്തിൻ്റെ വക്താവാണ് നരേന്ദ്രമോദി എന്നൊക്കെയാണ് ന്യൂയോർക്ക് ടൈംസ് അടിച്ചുവിട്ടത്. അദ്ദേഹം നല്ലൊരു ഭരണാധികാരി അല്ല എന്ന് ഒക്കെ ഉള്ള തരത്തിൽ ഒരു വിമർശനം ന്യൂയോർക്ക് ടൈംസിൻ്റെ ഭാഗത്തു നിന്ന് വന്നു എന്നത് പലപ്പോഴും പ്രതിഷേധാർഹവും ആയിട്ടുണ്ട്. ഏകാധിപതികളെയും തീവ്രവാദികളെയും വാഴ്ത്തുന്ന ഈ മാധ്യമ രീതി വലിയ അപകടം ചെയ്യും എന്നാണ് എല്ലാ കോണുകളിൽ നിന്നുള്ള എഴുത്തുകാരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇടത് പുരോഗമന ആശയങ്ങൾ വച്ചു പുലർത്തുന്നവർ ഇത്തരം തീവ്രവാദ സ്വഭാവമുള്ള ഗ്രൂപ്പുകളെ പിന്താങ്ങുന്നത് എങ്ങനെ പുരോഗമനവാദമാകും? മാത്രവുമല്ല, അത്തരം ശക്തികൾ അധികാരത്തിൽ വരുന്നിടത്തൊക്കെ സ്ത്രീകളും അതുപോലെ കുട്ടികളുമൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ എത്ര കഠിനമാണ് എന്ന് പലപ്പോഴും നമ്മൾ കണ്ടറിഞ്ഞിട്ടുള്ളതാണ്.
ഇതിൽ ഒരു സുപ്രധാനമായ കാര്യം നദിയ മുറാദിൻ്റെ ദ ലാസ്റ്റ് ഗേൾ എന്ന പുസ്തകം വായിച്ചാൽ നമുക്ക് വ്യക്തമാകും. ഈ രണ്ടാമത് ഇറാഖി ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട കാലത്ത് ഉണ്ടായ വലിയ മനുഷ്യാവകാശ ധ്വംസനങ്ങളെക്കുറിച്ചാണ് നദിയ മുറാദ് ദ ലാസ്റ്റ് ഗേളിൽ പറയുന്നത്. ഇസ്ലാം മതവിശ്വാസിയല്ലാതിരുന്നതിനാൽ താൻ നേരിടേണ്ടി വന്ന ക്രൂരതകൾ ആ നോബൽ സമ്മാന ജേതാവ് വിവരിക്കുമ്പോൾ ഇത്ര ക്രൂരമായ ഏകാധിപതികൾക്കും തീവ്രവാദികൾക്കും എന്തിന് ഈ ഇടത് പുരോഗമനവാദികൾ പിന്തുണ പ്രഖ്യാപിക്കണമെന്ന കാര്യം വലിയ സംശയത്തിന് തന്നെയാണ് ഇട നൽകുന്നത്.